بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. مؤمنين. سلطان العارفين أحمد الكبير رفاعي قدس الله سره العزيز മഹാനവറുകളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇറാദത്തുൽ ജവാഹിർ ഈ കിതാബിൽ നിന്നാണ് നാം ഉദ്ധരിക്കുന്നത്. ഇറാദത്തുൽ ജവാഹിർ في ذكر الغوث الرفاعي وأتباعه الأكابر എന്ന കിതാബ്. العالم العلامة السيد أبو الهدى محمد بن حسن الرفاعي رضي الله عنه മഹാനവറുകളാണ് ഈ കിതാബ് രചിച്ചത്. ഇതിന്റെ മുഅല്ലിഫ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഈ കിതാബിന്റെ 32ാമത്തെ പേജ് മുതൽ ഏകദേശം 45ാമത്തെ പേജ് വരെയുള്ള 12 പേജുകളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖം നീട്ടാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഗൗസുൽ ആലം റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മഹത്വങ്ങളെ കുറിച്ച്. ഈ കിതാബിന്റെ 32ാമത്തെ പേജിൽ കാണാം. ഇതൊരു ക്ലാസ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി മറ്റുള്ളവർ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം. അപ്പോൾ നിങ്ങളോട് വല്ലാതെ നിങ്ങൾ ഉണ്ടാവുകയില്ല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذكر الشيخ أبو بكر العدني في كتابه النجم الساعي. മഹാനായ അശ്ശൈഖ് അബൂബക്കർ അൽ-അദനി റളിയല്ലാഹു അൻഹു അൻ-നജ്മു الساعي എന്ന കിതാബിൽ പറയുന്നു, അന്ന ശൈഖ് മൻസൂർ അൽ-ബതാഹി റബ്ബാനി ഖദ്ദസല്ലാഹു സിറഹു അസീസ്. മഹാനായ റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ശൈഖ് മൻസൂർ അൽ-ബതാഹി റളിയല്ലാഹു അൻഹു അഥവാ റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അമ്മാവൻ മഹാനവറുകൾ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയെ സ്വപ്നം കാണുകയാണ്. വഹുവ യഖൂൽ. റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ അമ്മാവനായ പിന്നീട് ശൈഖായ അബൂബക്കർ അൽ-ബതാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സ്വപ്നം കാണുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയെ വഹുവ യഖൂലു ലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ മഹാനായ ശൈഖ് മൻസൂർ അൽ-ബതാഹി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ മൻസൂർ, ഓ മൻസൂർ, ഉബശ്ശിറുക, നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അന്നല്ലാഹു തആല യുഅതി ഇലാ ഉഖ്തിക ബഅദ 40 യൗമ. പ്രസവിക്കുന്നതിന് 40 ദിവസം മുമ്പാണ് ഈ സ്വപ്നം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ പെങ്ങൾ വഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഹദിക്ക് നൽകുന്നതാണ്. ബഅദ 40 യൗമ, 40 ദിവസത്തിന് ശേഷം വലദ, ഒരു കുട്ടിയെ നൽകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഡയറക്റ്റ് അവിടുത്തെ അമ്മാവനായ ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ വന്ന് പറയാം, 40 ദിവസത്തിന് ശേഷം നിങ്ങളുടെ പെങ്ങൾ ഫാത്തിമക്ക് ഒരു കുഞ്ഞ് ലഭിക്കും. യകൂൻ ഇസ്മുഹു അഹ്മദ് അൽ-റിഫാഈ. ആലോചിച്ച് നോക്കണം. റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പന്റെ പേര് 40 ദിവസം മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് അവിടുത്തെ ശൈഖാവാൻ പോകുന്ന മൻസൂർ തങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് റിഫാഈ എന്നാണ്. മിസ്ലു മാ അന റഅസുൽ അംബിയാ കദാലിക ഹുവ റഅസുൽ ഔലിയാ. ഞാൻ
അംബിയാഇന്റെ നേതാവായ പോലെ അദ്ദേഹം ഔലിയാഇന്റെ നേതാവാണ്. ആലോചിച്ചു, ഞാൻ എന്തുമാത്രം അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുൽ അംബിയാണ്, സുൽത്താനുൽ അംബിയാണ്. അതുപോലെ ഔലിയാക്കോട് നേതാവാണ്. ആ കുട്ടി ജനിച്ച് വലുതായാൽ ആ കുട്ടിയെ നിങ്ങൾ പിടിച്ച് എന്ന മഹാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അഹ്മദ് റിഫാഇ എന്ന മഹാനവറുകളെ അശേഖ് അലിയുൽ ഖാരി എന്നവർക്ക് നൽകുക. തർബിയത്ത് ചെയ്ത് വളർത്താൻ. അപ്പൊ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയുടെ ആദ്യത്തെ ശൈഖ് അശേഖ് അലി റിഫാഇ. അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയെ കൊണ്ടുപോകുന്നത്. ആ മനുഷ്യൻ, അതായത് അശേഖ് അലിയുൽ ഖാരി അൽ വാസിത്തി എന്ന മനുഷ്യൻ അസീസുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സ്ഥാനമുള്ള മനുഷ്യനാണ്. വലാ തഗ്ഫൽ അൻ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പ റിഫാഇ ശൈഖ് തങ്ങളുടെ അമ്മാവരോട് നിർദ്ദേശിച്ചു. അവർ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കുട്ടി പ്രസവിക്കുമെന്നും ആ കുട്ടിയുടെ പേര് അഹ്മദ് റിഫാഇ എന്നാണെന്നും കുട്ടി ജനിച്ചാൽ ഇന്ന ശൈഖിന്റെ അടുത്ത് തർബിയത്തിന് കൊണ്ടുപോകണമെന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ടായി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അൽ അംറു അംറുകും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കൽപ്പനയാണ് കൽപ്പന, അത് ഞാൻ സ്വീകരിച്ചു അല്ലാഹുവിന്റെ റസൂലേ. വകാന അൽ അംറു കമാ ദിക്റ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു. ജനിച്ചു, വളർന്നു. വളർന്നതിന് ശേഷം മഹാനായ അശേഖ് അലി അൽ ഖാരി അൽ വാസിത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് മഹാനവറുകളെ തർബിയത്തിന് വേണ്ടി, എല്ലാ ശിക്ഷണത്തിനും വേണ്ടി പറഞ്ഞയക്കുന്നത്. പിന്നീട് മഹാനവറുകളുടെ മൂത്ത മകളെയാണ് ആദ്യം വിവാഹം ചെയ്തത്. അവരുടെ വഫാത്തിന് ശേഷമാണ് രണ്ടാമത് വിവാഹം ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ കുട്ടിയായിരിക്കുന്ന കാലം, റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയുടെ ഷറഫ്, ആ ഷറഫിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ذكر سيدنا تقي الدين الواسطي رضي الله عنه, മഹാനായ ശൈഖ് തഖിയുദ്ദീൻ വാസിത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന മിമ്മാ അക്രമല്ലാഹു ബിഹി ഹാദൽ ഗൗസ്, മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയെ അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ചു. അതിൽ പെട്ടതാണ് എന്ത്? അന്നഹു കാന മർറതൻ വാഖിഫൻ ബൈന യദൈ സുബിയാൻ ഫീ ഹാലി സുഗരിഹി, കുട്ടിയായിരിക്കുമ്പോൾ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ കുട്ടികൾക്കിടയിൽ നിൽക്കുകയാണ്. കുട്ടികൾക്കിടയിൽ നിൽക്കുമ്പോൾ ആരിഫീങ്ങളായ മശായിഖുമാർ അതുവഴി നടന്നുപോയി. അപ്പോൾ അവർ ആരെ കണ്ടു? റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പയെ കണ്ടു. ഫലമ്മാറാവു, അദ്ദേഹത്തെ കണ്ടപ്പോ, വാഖിഫൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ, വഖഫൂ, ഈ മശായിഖുമാരെല്ലാം അവിടെ നിന്നു. വജഅലൂ യൻദുറൂന ഇലൈഹി സഅതൻ, കുറച്ചു നേരം മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ കുട്ടിയായിരിക്കെ മഹാനവറിലേക്ക് നോക്കി. സുമ്മ ഖാല അഹദുഹും, എന്നിട്ട് ഒരാൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലഹറത് ഹാദിഹി ഷജറത്തുൽ മുബാറക. ഒരു ശൈഖ് പറയാണ്, ഈ ശറഫാക്കപ്പെട്ട കലിമ വൃക്ഷം വെളിവായിരിക്കുന്നു. ഫഖാല സാനി, രണ്ടാമത്തെ ശൈഖ് പറയുന്നു, അൻ ഖലീലിൻ തുഖറ, അടുത്ത് തന്നെ ഈ മരത്തിന് ചില്ലയുണ്ടാകുന്നതാണ്, കൊമ്പുകൾ ഉണ്ടാകുന്നതാണ്. ഫഖാല സാലിസു, മൂന്നാമത്തെ ശൈഖ് പറഞ്ഞു, അൻ ഖലീലിൻ യശ്മുലു ദില്ലുഹാ വയഅമു നഫ്ഉഹാ, അധികം വൈകാതെ ഈ ചില്ലകൾ പടർന്ന് പന്തലിക്കുന്നതാണ്.
തങ്ങൾ പാപ്പയെ പറ്റി വർണ്ണിക്കാം. وقال الرابع നാലാമത്തെ ശൈഖ് പറഞ്ഞു عن قليل يكثر ثمرها ويشرق قمرها വളരെ വൈകാതെ തന്നെ അതിന്റെ ഫലം അധികരിക്കുന്നതാണ്, ആ ചന്ദ്രൻ ഉദിക്കുന്നതാണ്. فقال الخامس അഞ്ചാമത്തെ ശൈഖ് പറഞ്ഞു عن قليل يرى الناس منها العجب അധികം വൈകാതെ തന്നെ റിഫായി ശൈഖ് തങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ ജനങ്ങൾ കാണുന്നതാണ്. ധാരാളം ആളുകൾ റിഫായി ശൈഖ് തങ്ങളെ അന്വേഷിച്ചു വരുന്നതാണ്. ആറാമത്തെ ശൈഖ് പറഞ്ഞു വളരെ വൈകാതെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ സ്ഥാനം ഉയരുകയും ആ തെളിവ് വളരെ വ്യക്തമാവുകയും ചെയ്യുന്നതാണ്. فقال السابع ഏഴാമത്തെ ശൈഖ് പറഞ്ഞു كم يغلق لها باب وكم يظهر لها سحاب എത്ര മശായിഖുമാരാണ് ഇവർക്ക് മുരീദന്മാരായി വരാനുള്ളത്. والسيد أحمد رضي الله عنه يسمع كلامهم റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ഈ മശായിഖുമാരുടെ സംസാരം കേൾക്കുന്നു. ولا يدري بمن يشيرون ആരിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് അപ്പോൾ ആദ്യത്തിൽ അറിയുന്നില്ല. കുട്ടിയായിരിക്കെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ പാപ്പയെ കണ്ട് ഏറ്റവും ഉന്നതന്മായ ഒരു കൂട്ടം മശായിഖുമാർ പറയുന്ന അഭിപ്രായമാണ് എല്ലാം പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ കുട്ടിയായിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അമ്മാവനായ ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടിയെ പ്രത്യേകം നോക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നമ്മൾ ആദ്യം ആ ചരിത്രം പറഞ്ഞല്ലോ, 40 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മോന് ജനിക്കും അല്ലെ എന്നൊക്കെ നമ്മൾ ആ ചരിത്രം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കുട്ടിയായിരിക്കെ തന്നെ ഇത്രയും വലിയ ഫദല് പറഞ്ഞപ്പോൾ മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ അമ്മാവനും പിന്നീട് ശൈഖുമായ ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് ലാഹിറിൽ മഹാനവറുകൾക്ക് ഒരു ഈർഷ്യത വന്നു. ഈർഷ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഈർഷ്യത ഇത്ര വലിയ ആളോ എന്നൊരു തോന്നല്, അതാണ് നമ്മുടെ ഈർഷ്യത അല്ലെ. ഒരാളുടെ ഈർഷ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്ര വലിയ ആളാണോ, ഒരു കുട്ടിയെ പറ്റി പറയുന്നത് ഇത്ര വലിയ ആളാണോ. ഏതായാലും മഹാനവറുടെ ഉന്നതമായ സ്ഥാനത്തോട് യോജിക്കാത്ത ഒരു ഈർഷ്യത വന്നു എന്ന് നമുക്ക് അർത്ഥം പറയാം. ഇന്ന ശൈഖ് മൻസൂർ ബത്താഹി റബ്ബാനി റളിയല്ലാഹു അൻഹു മഹാനായ ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹു ലമ്മാ അഖദത്തുൽ ഗൈറ حالة اطلاعه على مقام سيدنا السيد أحمد الكبير رضي الله عنه മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ സ്ഥാനം അവർക്ക് വെളിപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് ആ കുട്ടിയോട് ചെറിയൊരു ഈർഷ്യത, മനസ്സിൽ ഇത്ര വലിയ കുട്ടിയാണോ എന്നൊരു തോന്നൽ വന്നു. ആരാണ് ശൈഖ് മൻസൂർ ബത്താഹി? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന് സിംഹം കൊന്നിട്ട് ആ സിംഹത്തോട് മയ്യിത്താവാൻ പറഞ്ഞു. ആ മരിച്ച മനുഷ്യനെ ഹയാത്തായ മനുഷ്യനോട് ഈ മയ്യിത്തായ സിംഹത്തിന്റെ തൊലി ഇടിയാൻ പറഞ്ഞു. ചില്ലറക്കാരനല്ല ആര്? ശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പിന്നീട് റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ ലാഹിറുൽ ശൈഖുമായി മഹാനവറുകളാണ് ഈ പറയുന്നത്. റിഫായി ശൈഖ് തങ്ങൾ പാപ്പയെ പറ്റി മനസ്സിൽ ഇങ്ങനെ തോന്നിയപ്പോൾ നൂദിയ മിനൽ ഉലാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നു. ഐ മൻസൂർ, ഓ മൻസൂർ. അല്ലാഹുവിന്റെ വിളിയാണ്. അല്ലാഹുവിൽ നിന്ന് വിളിയാളം വരണമെങ്കിൽ എത്ര ഉന്നത സ്ഥാനത്തെത്തിയിരിക്കണം മഹാനായ ശൈഖ് മൻസൂർ ബത്താഹി. ഐ മൻസൂർ, ഓ മൻസൂർ, തഅദ്ദബ് ഹാദ സയ്യിദ് അഹ്മദ്, ഈ നേതാവായ സയ്യിദ് അഹ്മദിനോട് നിങ്ങൾ അദബ് പാലിക്കണം. കുട്ടിയാണ്, ഈ കുട്ടിയോട് നിങ്ങൾ അദബ് പാലിക്കണം. ഹബീബുന, ഈ കുട്ടി നമ്മുടെ ഹബീബാണ്. നുബ്ഹിറുഹു അലാ ഖവാമിദി ഖുയൂബിനാ, ഏറ്റവും മറഞ്ഞ രഹസ്യങ്ങളെല്ലാം ഈ കുട്ടിക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഏറ്റവും ഖവാമിദി ഖുയൂബ് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം ഈ കുട്ടിക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ ഹബീബാണ്. ഐ മൻസൂർ, ഓ മൻസൂർ,
ഹാദ സയ്യിദ് അഹ്മദ്, ഈ നേതാവായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി നായിബുദ് ദൗലത്തുൽ മുഹമ്മദിയ സാമ്രാജ്യത്തിലെ പകരക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നായിബാണ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വഅറൂസുൽ മംലകത്തിൽ മുസ്തഫവിയ സാമ്രാജ്യത്തിലെ പ്രിയാപ്ലയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ പകരക്കാരനാണ് എല്ലാ അർത്ഥത്തിലും. വഹുവ ശൈഖു ജമീഉൽ ഉമ്മത്തിൽ അഹ്മദിയ്യ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ഉമ്മത്തിലെ എല്ലാവർക്കും ശൈഖാണ്. ആരാണ് പറയുന്നത്? അല്ലാഹു ആണ് പറയുന്നത്. ആരോട് പറയുന്നു? റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ശൈഖിനോടാണ് പറയുന്നത്. മാത്രമല്ല വഹുവ ശൈഖുക്, നിങ്ങളുടെയും ശൈഖാണ്. ആലോചിച്ച് നോക്കൂ, കുട്ടിയായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറ്റി അല്ലാഹു പറയാണ് വശൈഖുക്, ഈ ഉമ്മത്തിലെ എല്ലാവർക്കും ശൈഖാണ്, നിങ്ങളുടെയും ശൈഖാണ് എന്ന് അല്ലാഹു മഹാനായ അശൈഖ് മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഫഖുൽ നഅം, അല്ലാഹു പറഞ്ഞു അതെ എന്ന് പറയൂ എന്നും അല്ലാഹു കേൾക്കണം. ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ അല്ലാഹുവേ, ഞാൻ അംഗീകരിച്ചു, അതെ. ഫഖാല, അല്ലാഹു പറഞ്ഞു നഹ്നു നതസറഫു ബിമുൽകിനാ കമാ നശാ, നാം നമ്മുടെ അധികാരത്തിൽ ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. അത് നമ്മുടെ അധികാരം. ഫഖുൽതു നഅം, മൻസൂർ തങ്ങൾ പറയാണ് അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞു നഅം അതെ. സുമ്മ ഇന്നി ഹംലത്തുൽ ഗാശിയ ബൈന യദൈ, പിന്നീട് എനിക്ക് അവിടെ ഒരു ചെറിയൊരു ബോധക്ഷയം വന്നു. വഅഖദത്തുൽ അഹ്ദു അലാ യദൈഹി, ഞാൻ അവിടെ കരാറ് സ്വീകരിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറയാണ് ഫഅന ശൈഖുഹു ബിൽ ഖിർഖ വഹുവ ശൈഖി ബിൽ ഖുലുഖി വൽ ഖിൽഖ, ഞാൻ റിഫായി ശൈഖ് തങ്ങൾ പാപ്പക്ക് ഖിർഖ കൈമാറിയ ശൈഖാണ്. പിന്നീട് റിഫായി ശൈഖ് തങ്ങൾ പാപ്പക്കാണ് ആണല്ലോ മഹാനവറുകൾ ഖിർഖ കൈമാറിയത്. ലാഹിറിൽ ഞാൻ അദ്ദേഹത്തിന്റെ ശൈഖാണ്, പക്ഷേ വഹുവ ശൈഖി ബിൽ ഖുലുഖി വൽ ഖിൽഖ, സൃഷ്ടിപ്പ് കൊണ്ടും സ്വഭാവം കൊണ്ടും ഈ അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു എന്റെ ശൈഖാണ്. അല്ലാഹു അക്ബർ. അതായത് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ആരാണെന്ന് തന്റെ ശൈഖിലൂടെ തന്റെ ശൈഖിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു. അല്ലാഹ്. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ഏകദേശം 20-ാമത്തെ വയസ്സായപ്പോൾ തന്നെ എല്ലാം നിറഞ്ഞവരായി, എല്ലാം നിറഞ്ഞ ശൈഖായിരുന്നു. അങ്ങനെ ആ കാലഘട്ടമായപ്പോൾ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ഒരുപാട് സ്വാലിഹീങ്ങളായ മശായിഖന്മാരെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. ഒരുപാട് സ്വാലിഹീങ്ങളായ ശൈഖന്മാരെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. وقال في يوم البراهين أيضا حكى لنا السيد السعيد الشهيد علي بن عثمان رضي الله عنه, മഹാനായ الشيخ السعيد علي بن عثمان رضي الله عنه പറയാം كان يكثر التردد إلى زيارة سيدي عبد الملك الخرنوني رضي الله عنه. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ഒരുപാട് മശായിഖ്മാരുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ മശായിഖ്മാരുടെ അടുത്ത്. അതിൽ വളരെ പ്രധാനിയായ ഒരു മഹാനായിരുന്നു അശ്ശൈഖ് അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു. വകാന യസൂറുഹു ഫീ കുല്ലി സനത്തിൻ മർറ, എല്ലാ വർഷവും ഓരോ പ്രാവശ്യം ഈ ശൈഖിന്റെ അടുത്ത് ചെല്ലും. ഇതൊരു വല്ലാത്ത ശൈഖാണ്, വലിയ മഹാനായിരുന്നു. فإذا قضى وتره منه وأراد الخروج من عنده, അങ്ങനെ റിഫായി ശൈഖ് തങ്ങൾ പാപ്പ മഹാന്റെ അടുത്ത് ചെന്ന് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ താമസിച്ച് പോരാൻ ഉദ്ദേശിച്ചാൽ ആ ശൈഖ് തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു, ഒരു ഉപദേശം നൽകാനും ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ فلما كان في بعض السنين سأله الوصية بعدما قضى وطره وأراد الخروج فقال له, അങ്ങനെ ഒരു വർഷം മഹാനായ അശ്ശൈഖ് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുത്ത് ചെന്ന് അവിടെ കുറച്ച് ദിവസങ്ങൾ നിന്ന്
അവിടെ നിന്ന് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോ ഷെയ്ഖ് തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും തന്നെ ഉപദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അബ്ദുൽ മലിക് ഖർനൂബി റളിയല്ലാഹു അൻഹു, നമ്മളെ മനസ്സിൽ ഈ വാക്കുകൾ കുത്തിവെക്കണം. പറഞ്ഞത് റിഫായി ഷെയ്ഖ് തങ്ങളോടാണ്, പക്ഷെ നമ്മളോടാണ് പറയുന്നത്. റിഫായി ഷെയ്ഖ് തങ്ങളോട് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിന്റെ റസൂലിനോടാണ് അല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ്. സത്യത്തിൽ ഇത് ആരോടാണ് ഖിതാബ്? അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ഉമ്മത്തിനോടാണ് ഖിതാബ്, അല്ലേ? എന്നതുപോലെ റിഫായി ഷെയ്ഖ് തങ്ങളും പാപ്പയോടാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ മലിക് ഖർനൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിലും ലോകത്തെ എല്ലാ ഷെയ്ഖന്മാർക്കും അവരുടെ മുരീദുമാർക്കുമുള്ള ഉപദേശമാണ് ഐ അഹ്മദ്. മഹാനോട് വിളിയോക്കണം. ഇത്രയും വലിയ ഷെയ്ഖാവാൻ പോകുന്ന സുൽത്താനുൽ ആരിഫീനാണ്. പക്ഷേ ആ സമയത്ത് മഹാനവറുകൾ വിളിക്കുക ഐ അഹ്മദ്, ഓ അഹ്മദ് കബീർ റിഫായി തങ്ങളെ. ആ വിളിക്കണമെങ്കിൽ ആ മഹാൻ എത്ര വലിയ ഷെയ്ഖാവണം. ഐ അഹ്മദ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, മനഃപ്പാഠമാക്കണം. ഐ അഹ്മദ്, ഓ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ. മുൽതഫിതുൽ ലാ യസ്ൽ, ശരീഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം മുൽതഫിതുൽ ലാ യസ്ൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരുകയില്ല. തങ്ങളോടാണ് പറഞ്ഞതെങ്കിലും എല്ലാ മുരീദുമാർക്കുമുള്ള ഏറ്റവും വലിയ ഉപദേശം മുൽതഫിതുൽ ലാ യസ്ൽ. ഒരു ശൈഖ് മുറബ്ബിയുടെ കൈ പിടിച്ച് ആ വഴിയിലൂടെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് 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 പോവുക. അപ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. എനിക്ക് ഇതുകൊണ്ട് ദുനിയാവിൽ എത്ര പുരോഗതി ഉണ്ടായി, എനിക്കിതുകൊണ്ട് ആത്മീയമായി എത്ര പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞ് വേണോ വേണ്ടേ? അങ്ങനെ പാടില്ല. മുൽതഫിതുൻ, തിരിഞ്ഞു നോക്കുന്നവൻ, ലാ യസ്ൽ, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുകയില്ല. മുൽതഫിതുൽ ലാ യസ്ൽ വമുതസല്ലിലുൽ ലാ യുഫ്ലിഹ്. ഒരു ശൈഖ് മുറബ്ബിയുടെ കൂടെ കൂടി പിന്നീട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു വന്നവൻ, പിന്തിരിഞ്ഞു പോയവൻ ലാ യുഫ്ലിഹ്, ഒരിക്കലും വിജയിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വമുതസല്ലിലുൽ ലാ യുഫ്ലിഹ്, പിന്തിരിഞ്ഞു പോകുന്നവൻ, ഊരിപ്പോകുന്നവൻ വിജയിക്കുകയില്ല. വമൻ ലാ യഅരിഫു മിൻ നഫ്സിഹി അൻ-നുഖ്സാൻ ഫകുല്ലു വഖ്തിഹി നുഖ്സാൻ. ഒരാൾ സ്വന്തം ന്യൂനതകൾ മനസ്സിലാക്കാൻ കഴിയാത്തവനാണെങ്കിൽ അവന്റെ എല്ലാ സമയവും കുറവുകൾ തന്നെയാണ്. ഒരാൾക്ക് സ്വന്തം ന്യൂനത കണ്ടെത്താനുള്ള കഴിവ് ഇല്ലെങ്കിൽ അവന്റെ എല്ലാ സമയവും കുറഞ്ഞു പോയത് തന്നെ, ന്യൂനത തന്നെ. ആലോചിച്ച് നോക്കൂ. മുൽതഫിതുൽ ലാ യസ്ൽ, തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കുകയില്ല. ഓ മുതസല്ലിലുൽ ലാ യുഫ്ലിഹ്, ഊരിപ്പോകുന്നവൻ വിജയിക്കുന്നവനല്ല. ആരെങ്കിലും ഒരാൾ സ്വന്തം നഫ്സിന്റെ കുറവുകൾ മനസ്സിലാക്കാത്ത കാലത്തോളം അവന്റെ എല്ലാ സമയവും കുറവാണ്. അല്ലാത്തൊരു ഉപദേശം. ആലോചിച്ചു. തങ്ങൾ പറയാണ്, ഞാൻ ആ ശൈഖിൽ നിന്ന് മടങ്ങി, ഞാൻ ഈ 3 വാക്ക് ഒരു കൊല്ലം പറഞ്ഞു നടന്നു. നമ്മൾ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ 1 വർഷം ഈ വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടന്നു. ആര്? ഞാനങ്ങളല്ല, റിഫായി ഷെയ്ഖ് തങ്ങൾ. ഈ വാക്കിന്റെ ഗൗരവം നോക്കണം. 1 വർഷം ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടേ നടന്നു. അദ്ദേഹം പറയാണ്, എന്റെ മനസ്സിൽ എന്ത് തോന്നിയാലും ഞാൻ ഈ വാക്ക് ഓർക്കും. രണ്ടാമത്തെ വർഷവും സന്ദർശിച്ചു. കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ മഹാനവറുകൾ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, എന്റെ ശൈഖേ, നിങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്യണം. അപ്പോ ആ വർഷം നൽകിയ ഉപദേശം, ഐ അഹ്മദ്, ഓ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ, ഡോക്ടർമാർക്ക് രോഗം വരെ വളരെ മോശമാണ്. ഡോക്ടർ രോഗിയാവുക, ഡോക്ടർക്ക് രോഗം വരിക എന്നുള്ളത് വളരെ മോശമാണ്. ബുദ്ധിമാന്മാർക്ക് അറിവില്ലായ്മ സംഭവിക്കൽ അതും വളരെ മോശം തന്നെ.
വൽ ജഫാഅ മിനൽ അഹിബ്ബാ, ഏറ്റവും അടുത്ത ഹബീബുകൾ ഇഷ്ടമിത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് അതും വളരെ മോശമാണ്. ഏറ്റവും മോശമായ 3 കാര്യം: ഡോക്ടർക്ക് രോഗം വരും, വളരെ മോശം. ബുദ്ധിമാനായ അതിബുദ്ധിമാനായ മനുഷ്യരിൽ നിന്ന് അറിവില്ലായ്മ സംഭവിക്കുക, വളരെ മോശമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മമിത്രം ഒരാൾ ഒഴിവാക്കുക, വളരെ മോശം. അതായത് ഒരു വലിയ ഷെയ്ഖായി അല്ലെങ്കിൽ വലിയൊരു മുരീദായി, അതാണല്ലോ, അവർക്ക് രോഗം വരിക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് സാധാരണ ഡോക്ടർക്ക് രോഗം വരുന്നതും വരാത്തതും അല്ല ഇവിടെ ചർച്ച, അല്ലെ? ആലോചിച്ചു, നമ്മളെ പറ്റിയേ പറയുന്നത്. അല്ലാതെ റിഫായി ഞങ്ങൾ പാപ്പ ഈ മഹാനായ ഷെയ്ഖ് അബ്ദുൽ മലിക് വഹാബ് നൂബി റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ മുകളിലാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം. റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ പറയുകയാണ്, قال فخرجت من عنده فودعته وبقيت سنة أرددها على نفسي. ഈ 3 വാക്കും ഒരു കൊല്ലം ഞാൻ പറഞ്ഞു നടന്നു. അപ്പൊ ഈ 3 വാക്കുകൾ നമുക്ക് പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ മാതൃക കാണിച്ചു തന്നത്. ഡോക്ടർക്ക് രോഗം വരൽ വളരെ മോശമാണ്, ബുദ്ധിമാന് അറിവില്ലായ്മ സംഭവിക്കൽ വളരെ മോശമാണ്. ഏറ്റവും ഹബീബ് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഒഴിവാക്കുക, അത് വളരെ മോശമാണ്. രക്ഷിക്കട്ടെ. അങ്ങനെ 3-ാമത്തെ വർഷവും പോയി. അടുത്ത വർഷം ചെന്നപ്പോ അടുത്ത വർഷം ചെന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ വരണ്ട, ഞാൻ വഫാത്തായിട്ട് എന്നെ സിയാറത്ത് ചെയ്യാൻ വന്നാൽ മതി. അതായത് റിഫായി ഷെയ്ഖ് ബാബാക്ക് ലാഹിറിൽ എന്തെല്ലാം ഉപദേശം മഹാനവറുകൾ വഴി ലോകത്തിന് കൊടുക്കാൻ ഉണ്ടോ അതെല്ലാം മഹാനവറുകൾ കൊടുത്തു കഴിഞ്ഞു. മഹാനായ നമ്മുടെ ജീവന്റെ ജീവനായ അൽ-ഖുത്ബുർ റബ്ബാനി സയ്യിദനാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അന്നഹു അസ്ന അല സയ്യിദ് അഹ്മദ് റിഫായി സനാൻ ഹസന. റിഫായി ശൈഖ് തങ്ങൾ പാപ്പയെ ഗൗസുൽ ആദം തങ്ങൾ പാപ്പ ഒരുപാട് പുകഴ്ത്തി. ഫഖാല ثم قال, എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഐ ഫഖീർ, ഓ ഫഖീർ. ഫഖീർ എന്ന് പറഞ്ഞാൽ വലിയ ശൈഖിന്റെ പേരാ ഫഖീർ. കിതാബിൽ ഫഖീർ എന്ന് പറയുന്നാൽ വലിയ വലിയ ശൈഖന്മാരെയും കുതുബിയങ്ങളെയും വിളിക്കുന്ന പേരാണ് ഐ ഫഖീർ. ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ മഹാന്റെ പേരാണ് ഫഖീർ, ഓ ഫഖീർ. ഹാദാ റജുലുൻ, ഈ റിഫായി ശൈഖ് തങ്ങൾ എന്ന് പറയുന്നത് ഹാദാ റജുലുൻ, വലിയൊരു മനുഷ്യനാണ്. ലാ യഅരിഫുഹു അഹദുൻ, ഈ മനുഷ്യനെ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആരാണ് പറയുന്നത്? ഗൗസുൽ ആലം തങ്ങൾ. റിഫായി ശൈഖ് തങ്ങൾ മഹാനവറുകളെ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒരാൾക്കും മഹാനവറുകളുടെ ഗുണഗണങ്ങളെ പുകഴ്ത്തി പറയാൻ കഴിയുകയില്ല. വാക്കുകളാണ്. എല്ലാ മശായിഖന്മാരും ഖുതുബീങ്ങളും റൗസിങ്ങളും അവരുടെ അവസ്ഥകളും അവരുടെ മഖാമുകളും അറിയപ്പെട്ടതാണ്. എന്നാൽ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ-കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാവട്ടെ ലാ യുഅറഫു വലാ യുസഫു, ഈ മഹാന ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല, ഈ മഹാൻ ആർക്കും വിവരിക്കാനും സാധ്യമല്ല. لأنه متمسك بأخلاق رسول الله صلى الله عليه وسلم وأقواله وأفعاله. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയുടെ സ്വഭാവം, അവിടുത്തെ പരിശുദ്ധമായ വാക്കുകൾ, അവിടുത്തെ പരിശുദ്ധമായ പ്രവൃത്തികൾ, ഇവയെല്ലാം മുറുകെ പിടിച്ചവരാണ് മഹാനായ ശൈഖ് അഹ്മദ് അൽ-കബീർ റിഫായി. അതുകൊണ്ട് തന്നെ മഹാനവറുടെ മഖാം ഒരാൾക്കും മനസ്സിലാക്കാനോ ഒരാൾക്കും വിവരിക്കാനോ കഴിയുകയില്ല എന്ന് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പാപ്പ റിഫായി ശൈഖ് തങ്ങൾ പാപ്പയെ പറ്റി പറഞ്ഞു. ഫലിദാലി ഗൗസുൽ ആലം തങ്ങൾ പാപ്പ പറയാണ്, അതിനാൽ കാനല്ലാഹു ലഹു ബാത്തിനൻ വലാഹിറാ, റിഫായി ശൈഖ് തങ്ങൾ പാപ്പക്ക് അല്ലാഹു ലാഹിറായി ബാത്തിനായി
വഹുവ ഹബ്ബുഹു വനസീബുഹു. ദിഫാഇ തങ്ങൾ പാപ്പാന്റെ എല്ലാ ഹബ്ബും എല്ലാ നസീബും എല്ലാ ഭാഗ്യവും അല്ലാഹുവാണ്. ദിഫാഇ തങ്ങൾ പാപ്പ ളാഹിറിലും അല്ലാഹുവാണ്, ബാത്തിനിലും അല്ലാഹുവാണ് എന്ന് ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ പറഞ്ഞിരിക്കുന്നു. മെഹദിമാലയിൽ പറയില്ലേ, എന്നെയൊരു തേരെ കൂട്ടി പറയണ്ട, എന്നെ പാട് സീന പ്രിയരുതെന്നോവർ. ഗൗസുല്ലാഹി തങ്ങൾ പാപ്പയോട് വേറൊരു ശേഷം കൂട്ടി പറയാൻ പാടില്ല, അതാണ് അതിന്റെ നിയമം. എന്നാൽ ആ ഗൗസുല്ലാഹി തങ്ങൾ പാപ്പയോട് കൂട്ടി പറഞ്ഞ ഒരു മഹാൻ ആരാണ്? ദിഫാഇ തങ്ങൾ പാപ്പയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും അങ്ങനെ ചെല്ലിക്കാറില്ലേ? നമ്മൾ ഇപ്പൊ അങ്ങനെ ചെല്ലിക്കാറുണ്ടല്ലോ. ഗൗസുല്ലാഹി തങ്ങൾ പാപ്പയോട് കൂട്ടി പറഞ്ഞ ഒരു മഹാനായ ദിഫാഇ തങ്ങൾ പാപ്പ മാത്രമാണ്. أن بعضهم رأى النبي صلى الله عليه وسلم ചില മശായിഖ്മാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയെ സ്വപ്നം കണ്ടു. വഹുവ യുസ്നി അല സയ്യിദ് അഹ്മദ് കബീർ റളിയല്ലാഹു അൻഹു. മഹാനായ ദിഫാഇ തങ്ങൾ പാപ്പയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പുകഴ്ത്തി പറഞ്ഞു. പോയപ്പോൾ എന്നിട്ട് പറയാണ്, കാന സയ്യിദ് അഹ്മദ് ദിഫാഇ ഇബ്നു അബിൽ ഹസൻ റളിയല്ലാഹു അൻഹു. അഥവാ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അലമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ കൊടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ദിഫാഇ തങ്ങൾ പാപ്പയെ പറ്റി എന്ത് പറഞ്ഞു? അലമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ കൊടി വാഹകനാണെന്ന് പറഞ്ഞു. ഹഖീഖത്തിന്റെ കൊടി തന്നെയാണ്. അല്ലാഹു ആദിലാണ് എന്നല്ല പറയല്ലേ, അല്ലാഹു ആദിലാണ്, അല്ലാഹു നീതിമാൻ എന്നതിനപ്പുറം അല്ലാഹുവിനെ പറ്റി പറയല്ലേ. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന റഹ്മാൻ റഹീം മലിക് അതിലിങ്ങനെ വരുമ്പോ ആദിൽ എന്നല്ല അല്ല പറയുന്നത്. അതിൽ അല്ലാഹു നീതിയാണ്. നീതി എന്ന വാക്കിന്റെ പൂർണ്ണ രൂപമാണ് അല്ലാഹ്. എന്നതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നതുപോലെ ദിഫാഇ തങ്ങൾ പാപ്പ ഹഖീഖത്തിന്റെ കൊടിവാഹകൻ എന്നല്ല പറഞ്ഞത്, ഹഖീഖത്തിന്റെ കൊടി തന്നെയാണ് ദിഫാഇ തങ്ങൾ പാപ്പ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞു. أنه قطب رباني سيدنا الشيخ عبد القادر الجيلاني قدس الله سره العزيز قال, മഹാനായ ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ പറഞ്ഞിരിക്കുന്നു, إن جميع الأولياء تشهد أن السيد الكبير أحمد الدفاعي رضي الله عنه غالب أوقاته. എല്ലാ ഔലിയാക്കളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ആരാണ് പറയുന്നത്? സുൽത്താനുൽ ഔലിയാണ് പറയുന്നത്. എല്ലാ ഔലിയാക്കളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത്? അന്ന സയ്യിദുൽ കബീർ അഹ്മദ് ദിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ ദിഫാഇ തങ്ങൾ പാപ്പ ഗാലിബു ഖാതിഹി ദാഹിറുൻ ഫിൽ ആലമിൽ ഉൽവി, അധിക സമയത്തും ദിഫാഇ തങ്ങൾ പാപ്പ ഉപരിലോകത്താണ് സഞ്ചരിക്കാറുള്ളത്. അധിക സമയത്ത് ദിഫാഇ തങ്ങൾ പാപ്പ ഉപരിലോകത്താണ്, മലകൂത്തിയ ലോകത്താണ് സഞ്ചരിക്കാറുള്ളത്. മഹാനവറുകൾ ഈ താഴ്ന്ന ലോകത്ത്, അതായത് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അധിക സമയത്തും മഹാനവറുകളുടെ സഞ്ചാരം മുഴുവൻ മലകൂത്തിയായ ലോകത്താണെന്ന് എല്ലാ ഔലിയായും സാക്ഷി നിന്നതായി മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു അക്ബർ. അപ്പോൾ ദിഫാഇ തങ്ങൾ പാപ്പ നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറത്താണ് മഹാനവറുടെ സ്ഥാനം. മഹാനവറുടെ സ്ഥാനം ഗൗസുല്ലാഹി തങ്ങൾ പാപ്പയെ പറ്റി നമ്മൾ പറയാറില്ലേ, നമ്മളെ ബുദ്ധിക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടില്ല. ദിഫാഇ തങ്ങൾ പാപ്പയെ പറ്റി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്കാർക്കും ഇല്ല, എന്ന് ഉണ്ടാവില്ല. അത്രയും വലിയ ശൈഖാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുടെ ഹഖ് ബർക്കത്ത് കൊണ്ട്, തിരുനോട്ടം കൊണ്ട് നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും
റസൂലുള്ളാഹി ഞങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.